Hi Maklai, welcome back to Xylem. It's me, Abdullah Bakar. അപ്പോൾ ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പറയുക, സ്കൂളൊക്കെ തുടങ്ങി ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ചരിത്രത്തെക്കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് എന്താ പഠിക്കാനുള്ളത്? ചരിത്രത്തെക്കുറിച്ചാണ് 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അല്ലേ. എങ്ങനെയാണ് ചരിത്രം രചിക്കേണ്ടത്, നിങ്ങൾ സ്കൂളിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചരിത്രത്തെക്കുറിച്ച് തന്നെയാണ് ഞാനും നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. 2 രീതിയിൽ നമുക്ക് ചരിത്രത്തെക്കുറിച്ച് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അല്ലേ. ചരിത്ര കാലഘട്ടം, അതുപോലെ തന്നെ ചരിത്രാതീത കാലം അല്ലെങ്കിൽ ഹിസ്റ്റോറിക് പീരീഡ്, അതുപോലെ തന്നെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നിങ്ങനെ 2ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ചരിത്രകാലത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഓണത്തിൻ്റെ എക്സാമിനൊക്കെ വരുന്ന സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുക, പല മക്കൾക്കും ഡൗട്ട് ഉണ്ടാവും, എഴുത്ത് വിദ്യ വരുന്നതിന് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള പഴയ കാലത്തെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റിയിരുന്നത്, അല്ലെങ്കിൽ എഴുത്ത് വിദ്യ വരുന്നതിന് മുമ്പും ആളുകൾ ജീവിച്ചിരുന്നു അല്ലേ, അവരെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നതെന്നൊക്കെയുള്ള പല സംശയങ്ങളും നിങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അത്തരം വിവരങ്ങൾ ശേഖരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് അല്ലെങ്കിൽ എന്താണ് ചരിത്രാതീത കാലം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ദ പീരീഡ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, അല്ലെങ്കിൽ എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും മക്കൾക്ക് ഡൗട്ട്, എങ്ങനെയാണ് എഴുത്ത് വിദ്യ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എന്നുള്ള പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ സംശയത്തിന് നമുക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ ഉത്തരം കണ്ടെത്താണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് യൂസ് ചെയ്തിട്ടുള്ള ടൂൾസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റോൺസിലും അല്ലെങ്കിൽ ഈ ഓരോ സ്റ്റോൺസിൻ്റെ ഷേപ്പിലും എന്തുണ്ട്, ഡിഫറൻസ് നമുക്ക് വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഓരോ കല്ലുകളുടെ അല്ലെങ്കിൽ ശിലകളുടെ രൂപത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാൻ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ഹണ്ടിങ് ആണോ അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടിയിട്ടാണോ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടാണോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ജീവിച്ചിരുന്നത്, ഇങ്ങനെ അവരുടെ ഓക്യുപ്പേഷൻ എന്താണ്, അവരുടെ ജീവിത രീതി എന്താണ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും കേവ് പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ഗുഹാചിത്രങ്ങൾ. നിങ്ങൾ ബാലരമയിലോ അല്ലെങ്കിൽ കഥാപുസ്തകങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവേണ്ടതാണ്. പക്ഷെ പല മക്കളും എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ ബാലരമ ഒന്നും വായിക്കുന്നില്ല അല്ലേ. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയുക സോഷ്യൽ മീഡിയാസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രോൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ കാണാം അല്ലേ, നമ്മൾ അതിലായിരിക്കും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ പണ്ടുള്ള കാലഘട്ടത്തിലൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ബാലരമ, കളിക്കുടുക്കൊക്കെ ഇതൊക്കെ വായിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ബാലരമയിൽ നിന്നൊക്കെ നമുക്ക് കുറേ അറിവുകളൊക്കെ ലഭിക്കാനുണ്ട്. അപ്പം അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ച് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഗുഹാചിത്രങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക കേവ് പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഗുഹാചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഗുഹാചിത്രത്തിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് മക്കൾ. അതായത് ഇപ്പോൾ എന്താ പറയുക, പണ്ടുള്ള ആളുകൾ വേട്ടയാടുന്നതിന് മുമ്പ് അവർ പ്രീ പ്ലാൻ ചെയ്യണം. അതായത് എങ്ങനെയാണ് നമ്മൾ എവിടെ വേട്ടയാടണം, എന്തിനെ വേട്ടയാടണം, ഇതൊക്കെയാണ് ഗുഹകളിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അവർ ചിത്രമായിട്ട് വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഴങ്ങളുടെ ചാറുകളും അല്ലെങ്കിൽ എന്താ പറയുക കല്ലുകളുടെ പൊടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ ഗുഹകളിൽ വളരെ മനോഹരമായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നത്. നമുക്കിപ്പോൾ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോൺസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് എന്നൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാലഘട്ടത്തിലെ ജനങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്. അപ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് അല്ലെങ്കിൽ ചരിത്രാതീത കാലം എന്ന് പറയുന്നത് എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് അല്ലെങ്കിൽ ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് സാറേ ചരിത്രകാലം എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ വാട്ട്സ് ഹിസ്റ്റോറിക് പീരീഡ് എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തിടാം. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഹിസ്റ്റോറിക് പീരീഡ് അല്ലെങ്കിൽ എന്താണ് ചരിത്രകാലം എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ നമുക്ക് കാണാൻ പറ്റും, ദ പീരീഡ് വിത്ത് റിട്ടൺ റെക്കോർഡ്സ് ഈസ് നോൺ ആസ് ദ ഹിസ്റ്റോറിക് പീരീഡ്, അല്ലെങ്കിൽ എഴുത്ത് വിദ്യ രൂപപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചരിത്രകാലം എന്ന് നമ്മൾ പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് എന്തൊക്കെയാണ്, എഴുത്ത് വിദ്യ വന്നതിന് ശേഷം എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അവിടെ നമുക്ക് കാണാൻ പറ്റും ബുക്സ്. എല്ലാവർക്കും അറിയാം അല്ലേ, എഴുത്ത് വിദ്യ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ തലയിലേക്ക് എന്ത് പോയിട്ടുണ്ടാവും, അത് ബുക്കായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റൊന്നാണ് കോയിൻസ്, നാണയങ്ങൾ എങ്ങനെയാണ് നമുക്കൊരു കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ നാണയം എവിടെ മുദ്രണം ചെയ്തു അല്ലെങ്കിൽ എവിടെയാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, മിൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഏത് കാലഘട്ടത്തിലാണ്, ഏത് രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്, അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നാണയങ്ങൾ ആളുകൾ ഉപയോഗിച്ചിരുന്നു, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാണയങ്ങൾ കാണുന്ന സമയത്ത് അറിയാൻ പറ്റും. മറ്റൊന്നാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ശിലകളിലൊക്കെയുള്ള എന്താ പറയുക എഴുത്തുകൾ, അല്ലെങ്കിൽ ശിലകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലിഖിതങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിലും അന്നത്തെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുത്ത് വിദ്യ ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ
മറ്റൊന്നാണ് താളിയോല ഗ്രന്ഥങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് അവബോധം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്ര കാലഘട്ടവും ചരിത്രാതീത കാലവും എന്ന് പറയുന്ന രണ്ട് കാലങ്ങളാണ്. ഇതിൽ ചരിത്രകാലം എന്ന് പറയുന്നത് എഴുത്തുവിദ്യ രൂപപ്പെട്ടതിന് ശേഷമുള്ള കാലവും ചരിത്രാതീത കാലം എന്ന് പറയുന്നത് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലത്തെക്കുറിച്ച് നമുക്ക് എവിടെ നിന്നാണ് അറിവ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ വളരെ ചെറിയ സമയം കൊണ്ട് രണ്ട് കാലത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ മുഴുവൻ എന്താ പറയുക പുസ്തകവും നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ കംപ്ലീറ്റ് ടെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓണത്തിൻ്റെ എക്സാമിനൊക്കെ ക്ലാസ്സിൽ ഒന്നാമനാവണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും അതിനുവേണ്ടിയാണ് ആഗ്രഹിക്കുക അല്ലേ, ക്ലാസ്സിൽ ഒന്നാമനാവണം, അങ്ങോട്ട് എന്ത് ചെയ്യണം, ഷൈൻ ചെയ്തൊന്ന് ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ ഒന്ന് നിൽക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വളരെ ചെറിയ സമയം മാത്രമേ എന്ത് ചെയ്യേണ്ടി വരുന്നുള്ളൂ, സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യാം, മാഷ് എടുത്തു തരുന്നതാണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കൂട്ടുകാരൊക്കെ വിളിച്ച് വരട്ടാ. ഇനി വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ മാത്രം കണ്ടു, ഞങ്ങൾക്ക് മാത്രം ക്ലാസ്സിൽ ഒന്നാമനായാൽ മതി എന്നുള്ള ചിന്ത വേണ്ട. എല്ലാവരും കോമ്പറ്റീഷൻ വേണം അല്ലേ. അപ്പോൾ അവരും പഠിക്കട്ടെ. ആരാണതിൽ ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചത് അവരെന്ത് ചെയ്യട്ടെ, ഒന്നാമനാവട്ടെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാം. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും അറിയിക്കട്ടോ, ഇങ്ങനെ ഒരു മാഷ് വന്നിട്ടുണ്ട്, അബ്ദുല്ല ബക്കർ എന്നാണ് സാറിൻ്റെ പേര്. ആർന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്നെ ചെല്ല പേരിട്ട് വിളിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാണ്, സാർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുവരെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക്സ് ടു ഓൾ.